എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഷാജിയാറ്റുപുരം എന്ന യൂട്യൂബ് ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ടിക്ടോക്ക് എങ്ങനെ ഒരു സ്മാർട്ട് ടി വിയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതാണ്. ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത് സൗദി അറേബ്യയിൽ നിന്നാണ്. ഈ ഒരു മെത്തേഡ് നാട്ടിൽ വർക്ക് ആകുമോ എന്നുള്ളത് എനിക്കറിയില്ല. നാട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ ഈ ഒരു മെത്തേഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഹോം സ്ക്രീൻ കാണാം. ഈ ഒരു ഹോം സ്ക്രീൻ എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് ടി വിയുടെ OS ആണ്. ആൻഡ്രോയിഡ് ടി വി എന്ന് പറയുന്നതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഹോം സ്ക്രീനാണ് ഇപ്പോൾ ഈ കാണുന്നത്. നമ്മൾ വാങ്ങുന്ന ടി വികളെല്ലാം തന്നെ ആൻഡ്രോയിഡ് ടി വി ആകണമെന്നില്ല. തേർഡ് പാർട്ടി ടി വികളിലൊന്നും തന്നെ ആൻഡ്രോയിഡ് OS അങ്ങനെ ഒഫീഷ്യൽ ആൻഡ്രോയിഡ് OS വരാറില്ല. അങ്ങനെ തന്നെ ആൻഡ്രോയിഡ് ടി വി എന്ന് പറയുന്ന ഒഫീഷ്യൽ ഈ ഒരു OS ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്ന ടി വികളിൽ അത് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഞാനിപ്പോൾ ഈ ഒരു ഡിവൈസ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഹോം സ്ക്രീന് MI സ്റ്റിക്കിൻ്റേതാണ്. MI സ്റ്റിക്ക്, MI ബോക്സ് എന്നൊക്കെ തുടങ്ങിയ ഡിവൈസുകളിൽ ആൻഡ്രോയിഡ് ടി വി ഒഫീഷ്യൽ OS വരുന്നുണ്ട്. ഞാൻ ഈ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയാനുള്ളത് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡ് ഇതിൽ ഞാൻ പ്ലേ സ്റ്റോർ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടിക്ടോക്ക് ടി വി എന്ന് പറയുന്ന ആപ്ലിക്കേഷന് ചിലപ്പോൾ നിങ്ങളുടെ ഒരു തേർഡ് പാർട്ടി OS ആണ് നിങ്ങളുടെ ടി വികളിൽ ഉള്ളതെങ്കിൽ വർക്കാകാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു OSൻ്റെ പ്രത്യേകത അറിയാം. ഒഫീഷ്യൽ ആൻഡ്രോയിഡ് ആയതുകൊണ്ട് തന്നെ പ്ലേ സ്റ്റോറൊന്നും തടസ്സമില്ലാതെ വർക്ക് ചെയ്യുന്നു. യൂട്യൂബൊന്നും ഇല്ലാതെ വർക്ക് ഓക്കെയാണ്. യൂട്യൂബിൻ്റെ ഒക്കെ വർക്ക് ബുദ്ധിമുട്ടില്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്. സാധാരണ നമുക്കറിയാം പല സ്മാർട്ട് ടി വികളിലും യൂട്യൂബൊന്നും ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ തേർഡ് പാർട്ടി യൂട്യൂബുകൾ ഉപയോഗിക്കേണ്ടി വരും. ഇവിടെ നമുക്കറിയാം ഒഫീഷ്യൽ യൂട്യൂബാണ് ഇവിടെ ഉള്ളത്. അല്ലാതെ ഒരു നമ്മുടെ തേർഡ് പാർട്ടി അല്ലെങ്കിൽ ഒരു മോഡഡ് യൂട്യൂബ് അല്ല ഇവിടെ ഉപയോഗിക്കുന്നത്. ഇത് ഒഫീഷ്യലാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വൈഫൈയുമായി കണക്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡിവൈസ്. നമുക്ക് ടിക്ടോക്ക് ടി വി എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആദ്യം തന്നെ തത്ബീക്കാത്ത് എന്നുള്ള ഇതിൽ നമ്മുടെ അറബിയാണ് കിടക്കുന്നത്. ആദ്യം തന്നെ ഞാനത് ഒന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റട്ടെ. അതല്ല, ഇതിൻ്റെ OSൽ തന്നെ നമുക്കറിയാൻ സാധിക്കും ഒഫീഷ്യൽ ആൻഡ്രോയിഡിൻ്റെ ഒരു ഒഫീഷ്യൽ ടച്ച് ഇതിന് വന്നിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, ഇംഗ്ലീഷ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ആപ്സിൽ പോകുന്നു. ഇതിൽ നമുക്കിവിടെ പ്ലേ സ്റ്റോർ ഉണ്ട്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുന്നു. ഈ ഒരു പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ്. ഞാനത് സെർച്ച് ചെയ്യുന്നു. ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട് ആ ഒരു ആപ്ലിക്കേഷൻ. എങ്കിൽ കൂടി നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്നുകൂടി ആ ഒരു പേര് ഞാനിവിടെ ഡൗൺലോഡർ എന്ന് സെർച്ച് ചെയ്യുന്നു. ഡൗൺ എന്ന് സെർച്ച് ചെയ്താൽ മതി. ആ ഒരു ആപ്ലിക്കേഷൻ പോപ്പുലറാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ലിസ്റ്റിൽ അത് കാണും എന്നുള്ളതാണ്. ഓക്കെ, ഡൗൺ എന്ന് വെറുതെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുന്നു. ആദ്യം തന്നെ ആ ഒരു ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്, ഡൗൺലോഡർ ബൈ AFTV ന്യൂസ്. ഓക്കെ, ഈ ഒരു ആപ്ലിക്കേഷന് വളരെയധികം പോപ്പുലറായിട്ടുള്ള ആപ്ലിക്കേഷനാണ്. ഇതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ കൂടുതലായിട്ട് നമുക്ക് പരിശോധിക്കാം. എന്തായാലും ഈ ഒരു ആപ്ലിക്കേഷൻ സൈസ് വളരെ കുറവാണ്, പെട്ടെന്ന് ഇൻസ്റ്റാൾ ആകും. ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഓക്കെ, ഡൗൺലോഡായി ഇൻസ്റ്റാൾ ആകുന്നുണ്ട്. ഓക്കെ, ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ നമ്മൾ അവരുടെ ഫയൽ ആക്സസ് ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. എലോ കൊടുക്കുന്നു. ഓക്കെ കൊടുത്തു. ഈ ഒരു ഭാഗത്ത് നമ്മളിവിടെ ഒരു കോഡ് ടൈപ്പ് ചെയ്യണം. അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കൂടുതലായിട്ടുള്ള വിശദമായിട്ടുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു. എങ്കിൽ കൂടി പറയുകയാണ്, ഈ ഒരു ആപ്ലിക്കേഷനകത്തേക്ക് നമ്മളൊരു കോഡ് കൊടുക്കുകയും ആ കോഡ് വഴി ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഡിവൈസിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കോഡ് കൊടുക്കുന്നു. നമ്മുടെ ടിക്ടോക്ക് ടി വി എന്നൊരു ആപ്ലിക്കേഷനാണല്ലോ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു കോഡ് 484 543 ആ ഒരു ആപ്ലിക്കേഷൻ്റെ കോഡ് 484 543 എന്നുള്ളത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ എൻ്റർ കൊടുക്കുന്നു. ഓക്കെ, എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ വേറൊരു പേജിലേക്കാണ് ഇത് തുറന്നു വരിക. ആ ഒരു പേജ് തുറന്നു വന്നിട്ടുണ്ട്. മീഡിയ ഫയറിൻ്റെ ഡൗൺലോഡ് ഇതിലേക്കാണ് പോകുന്നത്, വെബ്സൈറ്റിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ആകും. ഞാൻ അങ്ങനെ ലിങ്ക് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ അതാ ഡൗൺലോഡ് ആവുന്നുണ്ട് ഫയൽ.
41 MB ആണുള്ളത്. ഇത് കഴിയുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നെറ്റിൻ്റെ അതിവേഗത മൂലം കുറച്ച് സ്പീഡുണ്ട് നെറ്റ് എന്ന് അൽഹംദുലില്ലാഹ് എന്തായാലും. അതുകൊണ്ട് പെട്ടെന്ന് ആവുന്നുണ്ട്, ഇല്ലെങ്കിൽ അരമണിക്കൂർ ഇരുന്നാലും ആവേണ്ടതല്ല. ഓക്കെ, 41 MB ആണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മളത് ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ പേജിലേക്ക് പോകും. ഇവിടെ ചോദിക്കും ഫോർ യുവർ സെക്യൂരിറ്റി. നമുക്കെല്ലാവർക്കും അറിയാം ആൻഡ്രോയിഡ് ഡിവൈസുകളിൽ പ്ലേ സ്റ്റോറിൽ നിന്നല്ലാത്തൊരു ആപ്ലിക്കേഷൻ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ സെക്യൂരിറ്റി റീസൺ ഉള്ളതുകൊണ്ട് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഇൻസ്റ്റാൾ അൺനോൺ ആപ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ സെറ്റിങ്സിൽ കയറി ഓൺ ചെയ്താൽ മാത്രമാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സെറ്റിങ്സിൽ പോകുന്നു. ഇവിടെ നിന്ന് അതിൽ നമുക്ക് കാണാം ഇൻസ്റ്റാൾ അൺനോൺ ആപ്സ് എന്നുള്ളതൊക്കെ ഇവിടെ അലോ ചെയ്ത് കൊടുക്കുന്നു, ഓണാക്കി കൊടുക്കുന്നു. ഇപ്പോൾ ഡൗൺലോഡർ അലൗഡ് ആയിട്ടുണ്ട്. നമ്മൾ ബാക്കിലോട്ട് വരുന്നു. ഇനി ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ എന്നുള്ളത് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മൾ ആ ടിക്ടോക്ക് TV എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. ഇൻസ്റ്റാൾ എന്നുള്ളിടത്തേക്ക് കൊടുക്കുന്നു. ഓക്കെ, ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ ഫോണിലുള്ള APK ഫയലുകളൊക്കെ ഇതിലേക്ക് അയക്കാനൊക്കെ സാധിക്കും. അതിന് വേറെ ഷെയർ ഫയൽസ് ടു TV എന്ന് പറയുന്ന ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതുപോലെ പല രീതിയിൽ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഇതിലേക്ക് ഈ ഒരു ഡിവൈസുകളിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അതിലൊരു മെത്തേഡാണ് ഈ ഡൗൺലോഡർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് അതിൽ അടിച്ച് നമ്മൾ കൊടുക്കുന്നൊരു കോഡ് ഉപയോഗിച്ചുകൊണ്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത്. ഇവിടെ അത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് ആപ്ലിക്കേഷൻ. ഈ ഒരു ഭാഗത്താണ് സാധാരണ മറ്റുള്ള TVകളിൽ നമ്മൾ ഈ ഒരു മെത്തേഡ് ശ്രമിക്കുമ്പോൾ ഫെയിൽഡ് ആയിട്ട് പോകാറുള്ളത്. കാരണം സപ്പോർട്ടർ അല്ലാതെ OS സപ്പോർട്ട് ചെയ്യാതൊക്കെ പോകുന്നത്. ഓക്കെ, ഇത് ആൻഡ്രോയിഡ് ഒഫീഷ്യൽ ആയതുകൊണ്ട് OS ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുന്നു. നമ്മുടെ കുട്ടികളൊക്കെ ടിക്ടോക്ക് കൂടുതൽ അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ ഒരുപാടുണ്ട്. അപ്പോൾ അവരുടെ മൊബൈലിൽ കണ്ടുകൊണ്ട് കണ്ണിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്നു. അപ്പോൾ അത്തരം നമുക്കത് ഒഴിച്ചുകൂടാനാവാത്തൊരു സംഭവം ആണെങ്കിൽ മാത്രം ഈ ഒരു TVയിലേക്ക് നമുക്ക് ടിക്ടോക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അത് ഒരു നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ വലിയ സ്ക്രീനിൽ കാണാം, അകലിരുന്ന് കാണാം, ഈ മൊബൈൽ പിടിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനത് ക്രിയേറ്റ് ചെയ്യുന്നത് സൗദി അറേബ്യയിൽ നിന്നാണ്. നാട്ടിൽ ഈ ഒരു മെത്തേഡ് വൈഫൈ മുഖാന്തരം വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. നമ്മൾ വീട്ടിലെ ബ്രോഡ്ബാൻഡ് കണക്ഷനിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ആരെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇവിടെ 2 ഓപ്ഷനാണ് നിങ്ങൾക്ക് ലഭിക്കുക. ഇവിടെ ഒന്ന് വാച്ച് നൗ ഉണ്ടാവും, ലോഗിൻ ഉണ്ടാവും. നമ്മുടെ ഫോണിൽ ടിക്ടോക്ക് ഉണ്ടെങ്കിൽ ആ ഒരു ടിക്ടോക്കിൻ്റെ അക്കൗണ്ട് ഇതിലേക്ക് ക്രിയേറ്റ് ചെയ്യാൻ, ഇതിലേക്ക് കൊടുക്കാൻ വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഞാൻ ഇവിടെ ലോഗിൻ കൊടുക്കുന്നു. ഇവിടെ ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്നുകൂടി ട്രൈ ചെയ്യുകയാണ് ഞാൻ. ഒരു കോഡ് ജനറേറ്റ് ചെയ്യാണ്ട്. ഓക്കെ, ഒന്നുകിൽ വൈഫൈയുടെ പ്രശ്നം കൊണ്ടോ എന്തോ ആ ഒരു കോഡ് ജനറേറ്റ് ആവുന്നില്ല. ഒന്നുകൂടി ശ്രമിച്ചു നോക്കുകയാണ്. 2-3 പ്രാവശ്യം തുടർച്ചയായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നു ലോഗിൻ ചെയ്യാനായിട്ട്. ഇവിടെ ഒരു കോഡ് ക്രിയേറ്റ് ചെയ്യുകയുണ്ടായിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. വൈഫൈയുടെ പ്രശ്നമാണോ അതല്ല, നെറ്റ്വർക്ക് എറർ എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ വൈഫൈയുടെ പ്രോബ്ലം അല്ല എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ പിന്നെ വേറെ ചിന്തിക്കാനുള്ള ഒരു മാർഗ്ഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡിവൈസിനകത്ത് ഇന്ത്യ എന്നുള്ളൊരു വാക്ക് നമ്മളിവിടെയിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ഞാൻ ആലോചിച്ചപ്പോൾ പിടുത്തം കിട്ടി. എവിടെയാണ് നമ്മൾ ഇന്ത്യ എന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സെറ്റിങ്സിൽ ചെന്ന് അവിടെ ഡിവൈസ് പ്രിഫറൻസിൽ നമ്മളെ ലാംഗ്വേജ് എന്നുള്ളത് ഇംഗ്ലീഷ് ഇന്ത്യയാണ് കൊടുത്തത്. ഞാനത് മാറ്റി ഇംഗ്ലീഷ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നുള്ളതിലേക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിനി ജസ്റ്റ് ആ ഒരു ടിക്ടോക്ക് ആപ്ലിക്കേഷൻ വീണ്ടും നമ്മളിവിടെ തുറന്നു നോക്കാം. ഓക്കെ, ഇവിടെ തുറന്നു നോക്കുന്നു. ടിക്ടോക്ക് ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ലോഗിൻ കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ആ ഒരു കോഡ് ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചിട്ടും റീട്രൈ ചെയ്തിട്ടും ആകാതെ ഇരുന്നത് ലാംഗ്വേജ് ഇന്ത്യ കൊടുത്തത് കൊണ്ട് മാത്രം, ഇന്ത്യ എന്നുള്ള വാക്ക് കേട്ടാൽ തന്നെ ടിക്ടോക്ക് ഓടിപ്പോകുന്ന ഒരവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഈ ഒരു കോഡ് നമ്മുടെ മൊബൈലിലെ ആപ്ലിക്കേഷൻ, ഈ ടിക്ടോക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന നിങ്ങളുടെ അക്കൗണ്ടുള്ള ഒരു മൊബൈൽ ഫോണിൽ നിന്ന് ബാർകോഡ് സ്കാനർ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ബാർകോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ഈ ഒരു TVയിൽ ഓട്ടോമാറ്റിക്കലി ഉപയോഗിക്കാൻ സാധിക്കും. നിങ്ങളുടെ ഏത് ഫോണിലാണോ ടിക്ടോക്ക് ഉള്ളത് അതിലുപയോഗിക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ ഫോണിലുള്ള ടിക്ടോക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരു വെബ്സൈറ്റിലേക്ക് കയറുക. വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ബാർകോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റിലേക്കാണ് പോവുക. അവിടെ പോയി കഴിഞ്ഞാൽ അതിൽ കൺഫേം കൊടുക്കുക.
ടിക്ടോക്ക് ആപ്ലിക്കേഷൻ തുറന്നവർ അവിടെ കൺഫേം കൊടുക്കുക. ഇത്രമാത്രം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ഇതിലേക്ക് ആഡായി കഴിഞ്ഞു എന്നുള്ളതാണ്. നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോ കാണാൻ വേണ്ടി റൈറ്റ് ബട്ടണോ ലെഫ്റ്റ് ബട്ടണോ ഉപയോഗിക്കാം. കൂടുതൽ വീഡിയോകൾ കാണാൻ വേണ്ടി മുകളിലത്തെ ബട്ടൺ ഉപയോഗിക്കാം. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ കാണാൻ വേണ്ടി ലെഫ്റ്റോ റൈറ്റോ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഇനി 2 പ്രാവശ്യം നമ്മൾ സെൻറ്റർ ബട്ടൺ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോക്ക് ലൈക്ക് വീഴുന്നതായിരിക്കും. 1 പ്രാവശ്യം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോ സ്റ്റോപ്പായി നിൽക്കുന്നതായിരിക്കും. പിന്നെ മുകളിൽ കയറി പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഓരോ കാറ്റഗറീസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് നമുക്കിവിടെ ആക്സസ് ചെയ്യാൻ സാധിക്കും. എൻ്റെ ടിക്ടോക്ക് അക്കൗണ്ട് ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആൻഡ്രോയിഡ് ടി വി OSൽ പ്രവർത്തിക്കുന്ന ആൻഡ്രോയിഡ് ഡിവൈസുകളിലേക്ക് ടിക്ടോക്ക് TV എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു മെത്തേഡ്. ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റായി ചോദിക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. തൽക്കാലം ഇവിടെ പറയുന്നു ഷാജിയാറ്റുപുറം.